മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ചർച്ചയാകേണ്ടത്. കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ളവരുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ആവശ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ച ഇപ്പോൾ പ്രിമച്വറാണ്. ഇപ്പൊ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരിക, UDFനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി കാണേണ്ടത്. അതിനൊക്കെ സംവിധാനങ്ങളുണ്ട്. പാർട്ടി ഹൈക്കമാൻഡും മറ്റു കാര്യങ്ങളും ഉണ്ട്. അവരാണ് ഇതെല്ലാം തീരുമാനിക്കേണ്ടത്. നമ്മൾ ഇത്തരം ആ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകണ്ട. പാർട്ടിയും UDFും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമാകുക എന്നുള്ളതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം ആവർത്തിക്കാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. NSS SNDP പരിപാടികളിൽ പങ്കെടുത്തതിന് പിന്നാലെ രമേശ് ചെന്നിത്തല ഇന്ന് പട്ടിക്കാട് ജാമിയ നൂരിയയുടെ വാർഷിക സമ്മേളനത്തിനെത്തും. MK മുനീർ അധ്യക്ഷനായ ഗരീബ് നവാസ് എന്ന സെഷനിലാണ് രമേശ് ചെന്നിത്തല പങ്കെടുക്കുക. വിപിൻ C വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, വലിയ ചർച്ചയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നത്. മാധ്യമങ്ങളിലൂടെയൊക്കെ അത്തരത്തിലേക്കുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം എന്താണ്? പ്രത്യേകിച്ച് ഇന്ന് അദ്ദേഹം പങ്കെടുക്കാൻ വരുന്നത് ലീഗ് നേതൃത്വത്തിന്റെ ഒരു പരിപാടിയിലാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അതെ, മുഖ്യമന്ത്രി പദത്തെക്കുറിച്ച് രമേശ് ചെന്നിത്തലയൊക്കെ സംബന്ധിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ കോൺഗ്രസിലെ രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഏറെക്കാലത്തെ ഭിന്നതയ്ക്ക് ശേഷം NSSന്റെ പരിപാടിയിൽ രമേശ് ചെന്നിത്തല എത്തുന്നു. രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ച് വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുന്നു. പിന്നീടുള്ള ഊഴം ഇനിയിപ്പോൾ മുസ്ലിം ലീഗിൻ്റെതാണ്. അവിടെയും രമേശ് ചെന്നിത്തല എത്തുകയാണ്. ഇന്നിപ്പോൾ ജാമ്യയിലേക്ക് എത്തുന്നത് വൈകിട്ട് 6:30 അവിടെ നടക്കുന്ന ഗരീബ് നവാസ് എന്നുള്ള ഒരു സെക്ഷൻ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഇതിന്റെ അധ്യക്ഷൻ MK മുനീർ ആണ്. അപ്പോൾ ലീഗിന്റെ അധ്യക്ഷനായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ ജാമിയ നൂരിയയുടെ പ്രസിഡന്റ്. അപ്പോൾ ലീഗിന്റെ ഒരു പരോക്ഷമായിട്ടുള്ള പിന്തുണ കൂടി, ആ ഒരു ആശീർവാദത്തോടു കൂടി തന്നെയാണ് രമേശ് ചെന്നിത്തല എത്തുന്നത്. കഴിഞ്ഞ തവണ VD സതീശനായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം VD സതീശന് ഇടം പിടിച്ചിട്ടില്ല. പകരം രമേശ് ചെന്നിത്തലയാണ്. SKSSFന്റെ ഒരു പരിപാടി 11-ാം തീയതി നടക്കുന്നുണ്ട്. ഇത് ജാമിയ ഇസ്ലാമിയ പരിപാടിയാണ്. ഇതിനും രമേശ് ചെന്നിത്തലയാണ് എത്തുന്നത്. അപ്പോൾ ഇവിടെ മുസ്ലിം ലീഗിന്റെ സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഉദ്ഘാടകനായി എത്തി മുസ്ലിം ലീഗിന്റെ ഒരു പരോക്ഷ പിന്തുണയോടെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് കൂടുതൽ ഒരു സ്വീകാര്യത ലഭിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് ആ ഒരു രാഷ്ട്രീയത്തിന്, ഇനിയുള്ള ഓരോ രാഷ്ട്രീയ നീക്കത്തിനും വലിയ തോതിലുള്ള ഒരു ശക്തി പകരുന്ന കാര്യം തന്നെയായിരിക്കും. ഇതിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് പറയുന്നത് എല്ലാ രാഷ്ട്രീയ നേതാക്കളും ജാമിയ നൂരിയയുടെ വാർഷിക സമ്മേളനങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. അത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്രാവശ്യം രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു.